ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 8 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആഘോഷം കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാം ഇപ്പോഴും പോലെ ഞങ്ങൾ രണ്ടാളും പുറത്തു പോവും, അമ്പലത്തിൽ പോകും. ഇപ്രാവശ്യം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമുക്ക് ഇവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം കടകളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ എങ്ങും പോയിട്ടുണ്ടായില്ല. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ട് വേറെ എങ്ങും പോകാനായിട്ടൊന്നും ഉണ്ടായില്ല. നമ്മൾ നേരെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ വന്നു, ഫുഡ് കഴിക്കാൻ വന്നു. നമ്മളങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയതായിട്ടും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മളങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും ആഘോഷിക്കാറില്ല. സമയം രണ്ടാൾക്കും ജോലി തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ടൈം അനുസരിച്ച് രണ്ടുപേരുടെയും ടൈമൊക്കെ നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകും. അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കും. ഇഷ്ടപ്പെട്ട എന്താ ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങി കഴിക്കും. അങ്ങനെ അന്നത്തെ ദിവസം ഇങ്ങനെ ഹാപ്പി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒന്നുകിൽ സിനിമയ്ക്ക് പോകും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ആ ടൈം അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോകലാണ് ചെയ്യുക. അല്ലാണ്ട് നമ്മളങ്ങനെ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ കേക്ക് മുറിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആനിവേഴ്സറി മാത്രമാണ് ഞങ്ങൾ കേക്ക് മുറിക്കുകയും എല്ലാവരെയും വിളിച്ച് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയത് ഒരു പ്രാവശ്യം മാത്രമാണ്, ഫസ്റ്റ് വെഡിങ്ങിനാണ്. അതിനുശേഷം ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടേ ഇല്ല. രണ്ടാൾക്കും ജോലി ഉള്ളത് കൊണ്ട് രണ്ടുപേരുടെയും ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പോഴത്തെ കുറച്ച് സാഹചര്യം കൊണ്ടും വളരെ മോശമായത് കൊണ്ടും അങ്ങനെ ലൈറ്റായിട്ട് അങ്ങനെ പോയി. ഇനി നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ താമസമൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് ഗംഭീരമാക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ഗംഭീരമാക്കണമെന്നല്ല, നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മാത്രം സന്തോഷം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊന്നും ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഗിഫ്റ്റിന് വേണ്ടി ഞാനും വാശി പിടിക്കാറില്ല, ചേട്ടനും അതുപോലെ വാശി പിടിക്കാറില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. മനസ്സിൽ സ്നേഹം ഉണ്ടാവും, അത് അങ്ങനെ പോകും, അത്ര തന്നെ. അല്ലാണ്ട് നമ്മൾ വേറെ ഗിഫ്റ്റിലൂടെ അത് അങ്ങനെ പ്രകടിപ്പിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്കിതങ്ങനെ കൊടുക്കണമെന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനമായിട്ട് നമ്മളൊന്ന് ആഘോഷിക്കും, അപ്പോൾ കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ഈ പ്രാവശ്യം എന്നല്ല, ഇതുവരെയും ഇല്ല. 8 കൊല്ലമായിട്ട് ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലാതെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ശരിക്കും പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് തന്നെ ഞങ്ങൾ രണ്ടാളും മറന്നുപോയി. അതെന്താണെന്നറിയില്ല, മറന്ന് ഒരു 2-3 ദിവസം എന്തോ കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ഓർക്കണേ. ഞാനാണ് കേട്ടോ അത് ഓർക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞപ്പോൾ ആണല്ലേ, അയ്യോ ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതുവരെ മറന്നു പോയിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല, കാരണം ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം അതൊന്നും ഓർക്കാത്തത്. ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഏതാണ്ട് ആഘോഷങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ബാക്കിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. അവിടെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കാറുണ്ട് കേട്ടോ, ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.